ഹായ് ഓൾ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡിസേർട്ട് ബ്രാൻഡായ സ്മൂച്ചോ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ ഒന്നും ഭയങ്കര തിരക്കുണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾ സെലക്റ്റൊക്കെ ചെയ്തിട്ടൊക്കെ നിന്ന്, പിന്നെ അത്രയും നിൽക്കുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനായിട്ട് ഇറങ്ങിയതായിട്ട് പോലും ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ ആ ബിൽഡിങ്ങിൽ തന്നെ, അത് ഡിമാളാണ്, ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് മാക്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി കുറച്ച് ഷോപ്പിങ്ങൊക്കെ നടത്തി. അവന്തികയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ബാഗ് വേണമായിരുന്നു. അങ്ങനെ ഞാൻ അവന്തിക എനിക്ക് സെലക്ട് ചെയ്തിരുന്ന ഈ ബാഗ് നല്ല ബാഗാണ്, അത് ഞാൻ എടുത്തു. പിന്നെ അമ്മയ്ക്കൊരു ചപ്പലെടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ വന്ന് ചപ്പലെടുത്തു. ഈ ചപ്പലാണ് എടുത്തത്. പിന്നെ എനിക്കും അമ്മയ്ക്കും കുഞ്ഞാച്ചയ്ക്കും ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ അളവാണ്. അപ്പം ഞാനിട്ട് നോക്കിയാലും മതി, അമ്മയ്ക്ക് വരുമായിരിക്കും. ഞാനും കുഞ്ഞാച്ചയും അവന്തികയും കൂടെ ആയിരുന്നു വന്നത്. അപ്പോൾ ഇവിടെ വന്ന് അവന്തിക്ക്, പിന്നെ എവിടെ വന്നാലും അവന്തിക്ക് അന്ന് എടുക്കാനൊന്നും അല്ല വന്നേ പോലും അവന്തിക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിന്നെയും കുറേ എന്തൊക്കെയോ ഐറ്റംസൊക്കെ എടുത്ത്, ഇതിൻ്റെ ബില്ലിങ്ങൊക്കെ മേളിലാണ്. അങ്ങനെ മേളിൽ ചെന്നപ്പം എന്താ ഒരു സിപ്പർ, അതപ്പം വേണം. അപ്പം പിന്നെ അതൊക്കെ ഒരെണ്ണം എടുത്തു. പിന്നെ എന്തൊക്കെയോ കുഞ്ഞു ടെടിയൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്തു നിന്നൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോയി ബില്ല് ചെയ്തു. എന്തായാലും അപ്പം എന്തെങ്കിലും ഡിസേർട്ട്സ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു വന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ അർസു കേക്ക് സ്റ്റുഡിയോയിലേക്ക് വിട്ടു. അപ്പം ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ടും കുറച്ച് പഴയ വീഡിയോ ആണിത്. അപ്പം അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ അവർ എടുത്തിട്ട് മാറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവന്തിക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിനകവും നല്ല രസമാണ് കേട്ടോ, നല്ലൊരു ആംബിയൻസാണ് സ്റ്റുഡിയോനകത്ത്. അപ്പം ഇതാണ്ടേ, നല്ല ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല രസമാണ്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തൊക്കെ ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ ഞാൻ അവന്തികൾ കുറച്ച് ഐറ്റംസൊക്കെ ചൂസ് ചെയ്തു. ഇവരുടെ സിഗ്നേച്ചർ ഐറ്റമാണ് മറ്റേ ലണ്ടൻ മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഇതിലൊക്കെ കണ്ടതാണ്, വീഡിയോസിലൊക്കെ ഓരോ വ്ളോഗേഴ്സൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ചെന്നാൽ അതൊന്ന് ട്രൈ ചെയ്യണം എന്തായാലും. പിന്നെ കുനാഫ, ഇവിടെ വരുമ്പം കുനാഫ എന്തായാലും ട്രൈ ചെയ്യണം. നേരത്തെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒരു ക്രീം കുനാഫയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഡെത്ത് ബൈ ചോക്ലേറ്റ്, അങ്ങനെ എത്ര ഐറ്റംസ് പറഞ്ഞിട്ട് ഇവിടെ. പിന്നെ ഒരു വേഫൽ വിത്ത് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട്, ഒരു ചോക്ലേറ്റ് വേഫൽ. ഞാൻ അവന്തിയും കുശലമൊക്കെ പറഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഫസ്റ്റ് ഡെസേർട്ട് വന്നു. ഡെത്ത് ബൈ ചോക്ലേറ്റ് ആയിരുന്നു, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഫീൽ അതിനുണ്ടായിരുന്നു. അപ്പോൾ അവന്തികയാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത്. അവന്തിക ട്രൈ ചെയ്ത് കൊള്ളാം നല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ 2 പേരും കഴിച്ച് നോക്കി, കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ധൃതിയിലാണ്. കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. ഒരു ചോക്ലേറ്റ് ലാവ പോലെയൊക്കെ അകത്തുണ്ട്, രസമുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോകുന്നതൊരു സന്തോഷമാണ്. കുട്ടികളൊക്കെ കൊണ്ട് മധുരമൊന്നും അത്ര ഒന്നും കഴിച്ചില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്നും കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവന്തിക്ക് എന്താ പറ്റുന്നത്, സാധാരണ അവന്തിക മധുരം ഒത്തിരി കഴിക്കുന്ന ഒരാളല്ല, എന്നിട്ട് കുറച്ചൊക്കെ കഴിച്ചു അതിൽ. പിന്നെ വന്നത് നമ്മുടെ ക്രീം കുനാഫയും ക്രീം ചീസ് കുനാഫയും, പിന്നെ നമ്മുടെ ചോക്ലേറ്റ് വേഫൽ വിത്ത് ഐസ്ക്രീമും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആദ്യം കുനാഫ തന്നെ ട്രൈ ചെയ്യാമെന്നുള്ള ഡിസിഷനിലെത്തി. കാരണം എന്താണെന്ന് വെച്ചാലും അത് ചൂടോടെ ട്രൈ ചെയ്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വാങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ കുനാഫ എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് ഇതാണോ കുനാഫ എന്നുള്ളൊരിത് വരും. കാരണം അത് കുറച്ച് തണുത്തിട്ടുണ്ടെങ്കിൽ സുഖമില്ല. ആ ക്രീമൊക്കെ മെൽറ്റായിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇവിടുത്തെ കുനാഫ എന്ന് പറഞ്ഞാൽ നല്ല കുനാഫ, നമുക്ക് ഗൾഫിലൊക്കെ കിട്ടുന്ന പോലത്തെ തന്നെ കുനാഫയാണ്. അപ്പം ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഗൾഫിൽ പോയിട്ടില്ല, ഇത് കുഞ്ഞാർച്ച പറഞ്ഞ ഡയലോഗ്. ഞങ്ങൾ നേരത്തെ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. അപ്പം ഇത് അവന്തിക്ക് തന്നെ ട്രൈ ചെയ്യാൻ പാടായതുകൊണ്ടും എൻ്റെ ഹെൽപ്പ് ചോദിച്ചു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ അത് കഴിച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊള്ളാം, നല്ലതായിരുന്നു. പിന്നെ ഇനി അടുത്തത് നമ്മൾ ചോക്ലേറ്റ് വേഫൽ വിത്ത് ഐസ്ക്രീം ട്രൈ ചെയ്യാനുള്ള മൈൻഡിലാണ്. ഇത് വേഗം ഒന്ന് തീർത്തിട്ട് നമുക്കത് ട്രൈ ചെയ്യാം.
നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു വെച്ചിരുന്ന ഐസ്ക്രീം ഐ തിങ്ക് ഇപ്പം എനിക്ക് അത് മറ്റേ ബ്ലൂബെറിയുടെ ടേസ്റ്റ് ആയിരുന്നു. അപ്പം നല്ലൊരു കോംബോ ആയിരുന്നു, ചോക്ലേറ്റും ബ്ലൂബെറിയും കൂടെ വന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന്തിക്ക് ഇഷ്ടപ്പെട്ടു. വേഫൽ പൊതുവെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ. പിന്നെ അവന്തിക്ക് പൊതുവെ മധുരം ഒത്തിരി കഴിക്കാത്ത ഒരാളാണ്. പിന്നെ ഈ വീടിനകത്ത് കാണുന്ന എത്ര പോഷൻ കഴിക്കുന്നോ അത്രേ കഴിച്ചില്ല. ആകെ കുറച്ച് കൂടുതൽ എനിക്ക് കഴിച്ചിട്ടുള്ളത് തോന്നുന്ന കുനാഫയ്ക്കകത്തൊന്നും. ബാക്കിയെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒരു ടേസ്റ്റിംഗ് ഒക്കെ ഉള്ളു. എപ്പോഴും എല്ലായിടും ഉള്ള പോലെ തന്നെ ടേസ്റ്റ് നോർമൽ കൊള്ളാം. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. വലിയ ടേസ്റ്റ് എനിക്ക് ഞാൻ അത്ര ഫാനല്ല, അതുകൊണ്ടായിരിക്കും. ഞാൻ വേഫലിൻ്റെ ഒരു ഫാൻ അല്ലാത്തതുകൊണ്ട് അത്ര രസം തോന്നില്ല. പിന്നെ അവൻ്റെ ഒരു ചോക്ലേറ്റ് പോപ്സിക്കിൾ വേണമെന്നിട്ട് അതൊരെണ്ണം വാങ്ങി. അത് 2 പൈസ അവൻ്റെ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് കഴിക്കേണ്ടി വന്നതും ഞങ്ങളാണ്. പക്ഷെ അതിനകത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുറത്തുള്ള ചോക്ലേറ്റ് നോർമൽ, പക്ഷേ അകത്ത് കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ഇവരെ സിഗ്നേച്ചർ ഡെസേർട്ട് എന്ന് പറയുന്നത്, ലണ്ടൻ മിൽക്ക് കേക്ക്. എനിക്ക് കൊള്ളാം, നല്ലതാണ്. പിന്നെ അത്രയ്ക്ക് അടിപൊളിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ, കുഴപ്പമില്ല. സ്പഞ്ച് കേക്ക് മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അത്ര തന്നെ. ഇനി ഇതൊന്നും പോരാഞ്ഞത് ഞങ്ങളുടെ വയറെല്ലാം ഓൾറെഡി ഫില്ലായിരുന്നു. പിന്നെ ആരൊക്കെയോ പറഞ്ഞു ഇവിടുത്തെ അവൽ മിൽക്ക് നല്ലതാണ്. അങ്ങനെ ഒരു അവൽ മിൽക്ക് വാങ്ങി. അത് ജസ്റ്റ് ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മളെ കൊണ്ട് അത്രയൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല വിശപ്പുള്ള ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പറ്റുമായിരിക്കും. ഞങ്ങൾ അതും ഇതൊക്കെ എല്ലാവരും കൂടെ കഴിച്ച്, എന്നാലും നമ്മുടെ വയറങ്ങ് വല്ലാതെ ഫില്ലായിപ്പോയി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. 1-2 ഫോട്ടോ സ്പോട്ടിലുണ്ട്. ചെറിയ ചെറിയ ബർത്ത്ഡേ ഫങ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. എന്തായാലും പോയി അവിടുത്തെ ഡെസേർട്ട്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.